ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും പതിവ് പോലെ തന്നെ ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ ചുരക്കയും ചെറുപയറും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ വ്യൂവേഴ്സിന് കൂടുതൽ പേർക്കും നാടൻ ഒഴിച്ചുകറികളാണ് താല്പര്യം എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ വലിയ തക്കാളിയോ അല്ലെങ്കിൽ 2 ചെറിയ തക്കാളിയോ എടുക്കാം. പിന്നെ എരിവിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചുരക്കയാണ്. ചെറിയ ചുരക്ക ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലിയ ചുരക്കയാണെങ്കിൽ 1 അല്ലെങ്കിൽ 1ന്റെ പകുതി എടുത്താലും മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം. ചെറുപയർ ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഉപ്പ് ചേർക്കാതെയാണ് ഇപ്പോൾ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഉപ്പ് പിന്നീട് നമ്മൾ ചേർക്കുന്നുള്ളൂ. ചെറുപയർ മാത്രം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 3 വിസിൽ വരുന്നത് വരെ. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1.25 മുതൽ 1.5 കപ്പ് വരെ വെള്ളം മതി നമുക്ക് ചെറുപയർ കുക്കാവാനായിട്ട്. ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുരക്കയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഈ ചുരക്കയുടെ സീഡ്സ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ ചുരക്കയല്ലേ, അതുകൊണ്ട് സീഡ്സോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ചെറുപയറൊന്ന് കുക്കായി വരട്ടെ. നമ്മളിപ്പോൾ ചുരക്കതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചുരക്ക വേവിക്കാൻ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് നമുക്കിതിലേക്ക്. അപ്പോൾ ഞാൻ ചുരക്ക ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 or 3 ചേർക്കാം കേട്ടോ. പിന്നെ ചുരക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു തണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഈ ചുരക്ക ഒന്ന് പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഒന്നും ചേർക്കേണ്ട, ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പകുതി കുക്കായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയറിൻ്റെ പ്രഷറും പോവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ, ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുരയ്ക്ക് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഒരുപാട് പുളിയൊന്നും ഇറങ്ങാതിരിക്കാനാണ് തക്കാളി നമ്മൾ ഈ 3/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്ന ആ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് പയറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പയറും തക്കാളിയും എല്ലാം ചേർന്ന് ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് എങ്കിലും പയറിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പയറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്തിട്ട് 2 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. പയറിലുള്ള വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പയറും നമ്മുടെ ചുരക്കയും തക്കാളിയും എല്ലാം ചേർന്നൊന്ന് വെന്ത് വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പയറിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചുരക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണല്ലോ ചേർത്തിട്ടുള്ളത്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ ഇതെല്ലാം വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും തക്കാളിയും ചുരക്കയും എല്ലാം ചേർന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം കറിക്ക് ഗ്രേവി ആവശ്യമാണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളച്ചു പോകരുത്. എല്ലാ കറികളും ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പറയാറുള്ളതാണ് അരപ്പ് തിളച്ചു പോകരുത് എന്നുള്ളത്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്.
അപ്പോൾ അരപ്പ് നന്നായിട്ട് ചൂടായി ആ ജീരകത്തിൻ്റെ റോ ടേസ്റ്റും തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു കറിയാണ്. പയറായതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് തിക്കായി വരും. ഇതൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ തിള വരും, തിളച്ചു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ തിള വരുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ കറി ചൂടായിട്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് വറവിടാനുള്ള പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ചേർക്കാണ്. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വേഗം തന്നെ ഉള്ളി ബ്രൗൺ ആവും, എണ്ണ നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഉടനെ തന്നെ ബ്രൗൺ ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3 വറ്റൽമുളക്, 3-4 നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാട്ടോ. ഞാനിപ്പോൾ 3 ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കറിക്ക് കളറ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ വറവിടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് കളറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഒരു ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ, കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു, ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാവുക, എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ അറിയുമ്പോൾ. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ കണ്ടോ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ കറിയിലേക്ക് വറവ് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുകയാണ്. ഇനി എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇളക്കി കൊടുക്കണം എന്നില്ല, പിന്നീട് ഇളക്കിയാൽ മതി. നമ്മൾ ചോറ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഇളക്കിയാൽ മതി. കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ചുരക്കൊക്കെ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെറുപയർ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, ഒരു തക്കാളി ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.